നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. ഇത്തവണ വലിയ പ്രതീക്ഷയോടെ എത്തിയ ടീമുകളിലൊന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഐപിഎല്ലിന്റെ ചരിത്രത്തിൽ 5 തവണ കിരീടം നേടിയ വമ്പന്മാരുടെ നിര. എം.എസ്. ധോണി എന്ന അതികായനും ഒപ്പം എണ്ണം പറഞ്ഞ താരങ്ങളും ഉൾപ്പെടുന്ന മഞ്ഞപ്പട ഇത്തവണ വലിയൊരു തിരിച്ചുവരവാണ് പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ സീസണിൽ നിറം മങ്ങിപ്പോയ മഞ്ഞപ്പട ഇത്തവണ മിനി താരലേലത്തിൽ കൃത്യമായ പദ്ധതികൾ മെനഞ്ഞാണ് സീസണിലേക്ക് എത്തിയത്. സഞ്ജു സാംസണിനെ ടീമിലേക്ക് കൊണ്ടുവന്നതും രവീന്ദ്ര ജഡേജയും സാം കറനെയും ഒഴിവാക്കിയതും കാർത്തിക് ശർമ്മയെപ്പോലെയും പ്രശാന്ത് വീറിനെപ്പോലെയുമുള്ള യുവതാരങ്ങളെ കൊണ്ടുവന്നതുമെല്ലാം ഇത്തവണത്തെ CSKയുടെ മികച്ച നീക്കങ്ങളായി പരിഗണിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ CSK അത്ഭുത പ്രകടനത്തോടെ 6ാം കിരീടം എന്ന ലക്ഷ്യത്തോടെ ഇത്തവണ മിന്നിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ CSKയുടെ ആരാധകർക്ക് നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, രാജസ്ഥാൻ റോയൽസിനോട് CSK 8 വിക്കറ്റിൻ്റെ തോൽവി നേരിട്ടിരിക്കുകയാണ്. തോൽവിയും വിജയവുമെല്ലാം മത്സരങ്ങളുടെ ഭാഗമാണെങ്കിലും ഒന്ന് പൊരുതാൻ പോലും ആകാതെ CSK പരാജയപ്പെട്ടതാണ് ആരാധകരെ തീർത്തും നിരാശരാകുന്നത്. 127 റൺസിന് ടീം ഓൾ ഔട്ടായി എന്നതും മറുപടിക്കിറങ്ങിയ രാജസ്ഥാനെ ഒരു ഘട്ടത്തിലും സമ്മർദ്ദത്തിലാക്കാൻ CSKക്ക് സാധിച്ചില്ലെന്നതും നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. CSKക്ക് എവിടെയാണ് പിഴച്ചത് എന്നതാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്ന ചോദ്യം. ഇത്തവണ ഇനി എങ്ങനെ CSKക്ക് മടങ്ങി വരാനാകും? പ്രധാനമായും ഇത്തവണ CSK നേരിടുന്ന പ്രശ്നം പരിക്ക് തന്നെയായിരുന്നു. MS ധോണിയാണ് CSKയുടെ നട്ടെല്ല്. ഇത്തവണയും ധോണി CSKയുടെ പടത്തലവനായി മുന്നിൽ നിന്ന് നയിക്കുമെന്ന് എല്ലാവരും കരുതിയിരിക്കവെയാണ് അദ്ദേഹത്തിന് പരിക്ക് വേട്ടയാടുന്നത്. 2 ആഴ്ചത്തെ വിശ്രമം ധോണിക്ക് വേണമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് 5 മത്സരങ്ങളെങ്കിലും ധോണിക്ക് നഷ്ടമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ധോണിയുടെ അഭാവം CSKയെ സംബന്ധിച്ച് കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. കാരണം ധോണിയുടെ അഭാവത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗെയ്ക്വാദ് പ്രതീക്ഷിച്ച നിലവാരം കാട്ടുന്നില്ല. ഋതുരാജിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്നലെ രാജസ്ഥാനെതിരെ CSK അമ്പേ പരാജയമായിരുന്നു എന്ന് തന്നെ പറയാം. ബൗളിങ്ങിലെ മാറ്റങ്ങളും ഫീൽഡിങ്ങിലെ പദ്ധതികളുമെല്ലാം പാളിപ്പോകുന്നതാണ് കാണാനായി സാധിച്ചത്. CSK താരങ്ങളുടെ ഭാഗത്തു നിന്ന് ചില ഫീൽഡിംഗ് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ആകെ മൊത്തത്തിലൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നതിൽ ഋതുരാജ് പരാജയപ്പെട്ടുപോയി. ഇനി എങ്ങനെ CSKക്ക് തിരിച്ചു വരാൻ സാധിക്കും? അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ടീമിൻ്റെ പദ്ധതികളിലെ പൊളിച്ചെഴുത്ത് തന്നെയാണ്. നിലവിൽ ധോണിയും ഡെവാൾഡ് ബ്രവിസും CSKയുടെ പ്ലേയിങ് ലെവലിലില്ല. അവർക്ക് 3 മത്സരങ്ങളോ 4 മത്സരങ്ങളെങ്കിലും ചുരുങ്ങിയത് നഷ്ടമാകുമെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഇവരുടെ അഭാവത്തിൽ ടീമിനെ കൃത്യമായ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരുന്ന രീതിയിൽ വേണം പ്ലേയിങ് ലെവലിൽ മാറ്റങ്ങൾ വരുത്താൻ. ഇത് രാജസ്ഥാനെതിരെ കണ്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദുമാണ് CSKയുടെ പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാർ. ഈ രണ്ടുപേരും ഓപ്പണിങ്ങിൽ ഇറങ്ങുകയും പെട്ടെന്ന് പുറത്താവുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ഇന്നലത്തെ രാജസ്ഥാനെതിരായ മത്സരം. സഞ്ജു സാംസൺ ആദ്യം പുറത്തായി, പിന്നാലെ ഋതുരാജും മടങ്ങി. ഈ രണ്ടുപേർ പുറത്തായതോടെ ടീമിൻ്റെ ആകെയുള്ള കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു. പിന്നാലെ എത്തിയവർ ചീട്ടുകൊട്ടാരം പോലെ വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞു പോകുന്നതാണ് കാണാനായത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടരേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ CSK വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. കാരണം ആയുഷ് മാത്രയെ പോലെ ഒരു യുവതാരം 3ാം നമ്പറിലേക്ക് വരുമ്പോൾ ടീമിനെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നുണ്ട്. മാത്രമേ അനുഭവസമ്പന്നനായ താരമല്ല. അണ്ടർ 19 കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ സീനിയർ ലെവലിൽ കളിച്ച് വലിയ അനുഭവ സമ്പത്തൊന്നും അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശിയെ ഉപയോഗിക്കുന്ന പോലെ ഓപ്പണിങ്ങിൽ കയറൂരി വിടാൻ പറ്റുന്ന താരമാണ് മാത്രേ. ഇത്തരം ഒരു നീക്കമാണ് കഴിഞ്ഞ സീസണിൽ CSK നടത്തിയതെങ്കിലും ഇത്തവണ സഞ്ജു സാംസൺ വന്നതോടെ ഇത്തരം ഒരു മാറ്റം വരുത്തുകയായിരുന്നു. സഞ്ജു ഓപ്പണറായി കളിക്കുകയും ആയുഷ് മാത്രയെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് നല്ലത്. ഇതോടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് 3ാം നമ്പറിലേക്ക് എത്താനാവും. ഋതുരാജ് ആങ്കർ റോളിൽ കളിക്കാൻ മിടുക്കനായ താരമാണ്. അതായത് ടോപ്പ് ഓർഡറിൽ ഓപ്പണർമാർക്ക് ഒരു പാളിച്ച പറ്റിയാലും 3ാം നമ്പറിൽ ടീമിൻ്റെ സ്കോർ ബോർഡിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഋതുരാജിന് സാധിക്കും. പക്ഷേ സഞ്ജു ഋതുരാജും ഓപ്പണിങ്ങിൽ ഇറങ്ങി ഇരുവരും പെട്ടെന്ന് മടങ്ങിയാൽ ഇത്തരം ഒരു ടീമിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താരം നിലവിൽ CSKക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡെവാൾഡ് ബ്രവിസ് വരുന്നതോട് കൂടിയിട്ട് ഈ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരം കാണും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ CSKക്ക് ഇത്തരം ഒരു മാറ്റം വരുത്താതെ മുന്നോട്ട് പോകുക പ്രയാസമായിരിക്കും. മറ്റൊരു കാര്യം, സർഫറാസ് ഖാൻ മധ്യനിരയിൽ കളിക്കുന്നതാണ്. ഉർവിൽ പട്ടേലിനെ പോലൊരു താരത്തെ പുറത്തിരുത്തി സർഫറാസ് ഖാനെ കളിപ്പിക്കുന്നത് CSK കാട്ടുന്ന വലിയ മണ്ടത്തരമാണ്. കാരണം ഉർവിൽ പട്ടേൽ
28 പന്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അടക്കം അദ്ദേഹം വെടിക്കെട്ട് പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ഉർവിൽ പട്ടേൽ. മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഉർവിലിനെ CSK മധ്യനിരയിൽ ഉപയോഗിക്കണം. 4-ാം നമ്പറിലോ 5-ാം നമ്പറിലോ കളിപ്പിക്കാൻ സാധിക്കുന്ന താരമാണ് ഉർവിൽ. കൂടാതെ തന്നെ രവീന്ദ്ര ജഡേജയുടെ ഒരു വിടവ് CSKയിൽ നിലവിൽ കാണാനുണ്ട്. അപ്പോൾ സ്പിൻ ഓൾറൗണ്ടറായിട്ട് പ്രശാന്ത് വീറിനെ ഉപയോഗിക്കണം. രാജസ്ഥാനെതിരെ കാർത്തിക് ശർമ്മയെയാണ് CSK കൊണ്ടുവന്നത്. കാർത്തിക് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ബൗളിങ്ങിൽ പ്രതീക്ഷിക്കാനാവില്ല. ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം പ്രശാന്ത് വീർ ആണെങ്കിൽ ബാറ്റിങ്ങിനോടൊപ്പം തന്നെ പന്ത് കൊണ്ടും അദ്ദേഹം ടീമിന് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ്. ഇത്തരമൊരു മാറ്റം CSKയുടെ മധ്യനിരയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ബൗളിംഗ് നിരയിൽ നിന്ന് വലിയൊരു പ്രകടനമല്ല ആദ്യ മത്സരത്തിൽ ഉണ്ടായതെങ്കിലും ഭേദപ്പെട്ട പ്രകടനം എന്ന് തന്നെ പറയാം. ഖലീൽ അഹമ്മദൊക്കെ ആദ്യ ഓവറുകളിൽ നല്ല മികച്ച ലൈനും ലെങ്തും ഉപയോഗിച്ച് രാജസ്ഥാനെ ഒന്ന് പ്രയാസപ്പെടുത്തിയിരുന്നു. വൈഭവ് സൂര്യവംശിയെ തുടക്കത്തിലെ പുറത്താക്കാനുള്ള അവസരം ലഭിച്ചതാണ്. എന്നാൽ ക്യാച്ച് എടുക്കാൻ കാർത്തിക് ശർമ്മയ്ക്ക് സാധിക്കാതെ പോയി. എന്തായാലും CSKയ്ക്ക് നിലവിലെ ടീം കരുത്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പരിക്ക് ഇത്തരത്തിലൊരു തിരിച്ചടി CSKയ്ക്ക് നൽകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എങ്കിലും ശക്തമായി തിരിച്ചെത്താനുള്ള ഒരു താരനിര CSKയ്ക്കുണ്ട്. അവരത് ശക്തമായി തിരിച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ സഞ്ജു സാംസണെ അമിതമായി ആശ്രയിച്ചു പോകുന്നത് CSKയ്ക്ക് ഗുണകരമായിരിക്കില്ല. T20 ലോകകപ്പിൽ 3 50 തുടർച്ചയായി നേടി ലോകകപ്പിലെ താരമായിട്ടാണ് സഞ്ജു CSKയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ CSK സഞ്ജുവിൽ നിന്ന് വലിയൊരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു. സഞ്ജുവിൻ്റെ IPLലെ കഴിഞ്ഞ 6 സീസണുകളിലെ പ്രകടനം നോക്കുമ്പോൾ ആദ്യ മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളിലും 50-ലധികം അദ്ദേഹം റൺസ് നേടിയിട്ടുണ്ട്. ഒരു മത്സരം സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. പക്ഷേ CSKയ്ക്കെതിരെ കളിച്ചപ്പോൾ 7 പന്തിൽ 6 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. ആ റെക്കോർഡ് എലൈറ്റ് ക്ലബിൽ നിന്ന് സഞ്ജു ഇപ്പോൾ പുറത്താവുകയും ചെയ്തിരിക്കുകയാണ്. സഞ്ജുവിനെ അമിതമായിട്ട് ആശ്രയിക്കാതെ ടീം എന്ന നിലയിലേക്ക് CSK മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ധോണി ടീമിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം നിലവിൽ ചെന്നൈയിലാണുള്ളത്. ധോണി ടീമിനൊപ്പം ചേർന്നിട്ടില്ല എന്നാണ് വിവരം. ധോണി കൂടി വരുന്നതോടുകൂടിയിട്ട് CSKയ്ക്ക് പഴയ വീര്യം കൈവരിക്കുകയും CSK ആരാധകരുടെ പ്രതീക്ഷ കാത്ത് ശക്തമായി തിരിച്ചെത്തുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.